ഹായ് എവ്രി വൺ, എല്ലാവർക്കും സയാംസർ വെൽനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വി ബി. നമുക്കിന്ന് അലോവേറയുടെ ഗുണങ്ങൾ നോക്കാം. അലോവേറ വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഫേസ് പാക്സിലും അതുപോലെ തന്നെ ഹെയർ പാക്കിലൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ല കൂളിംഗ് എഫക്റ്റ് നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേറ. അലോവേറ നമുക്ക് സിന്തറ്റിക് ജെല്ലായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നാച്ചുറൽ അലോവേറയും യൂസ് ചെയ്യാം. പക്ഷേ നാച്ചുറൽ അലോവേറ ചിലർക്ക് അലർജി ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് യൂസ് ചെയ്യാം. അലോവേറ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കൂളിംഗ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ് അലോവേറ. അലോവേറ അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അലോവേറയെക്കുറിച്ച്. അലോവേറ ഒരു മോയ്സ്ചറൈസിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന നിലയ്ക്കാണ് ഏറ്റവും അധികം യൂസ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഏജിങ് വരുന്നതിനനുസരിച്ച് സ്കിന്നിൽ നിന്നും നമ്മുടെ മോയ്സ്ചർ അപ്രത്യക്ഷമാകും. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് നമുക്ക് നഷ്ടപ്പെടും. അലോവേറ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എല്ലാം അലോവേറയിലുണ്ട്. നമുക്കത് എക്സ്റ്റേണലി യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വൈറ്റമിൻ സി ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ വളരെയധികം ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. അപ്പോൾ നമുക്കൊരു ലിപ്പിഡ് ബാരിയർ ഉണ്ട് സ്കിന്നിൽ. എങ്കിലും നമ്മൾക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരുവാൻ തീർച്ചയായിട്ടും അലോവേറ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിങ്കിൾസ് കുറയ്ക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോവേറ യൂസ് ചെയ്താൽ തന്നെ ഇൻസ്റ്റൻ്റ്ലി നമുക്കൊരു ചേഞ്ച് കാണാം. അപ്പോൾ അത് പ്രത്യേകിച്ചും എബവ് 30, എബവ് 40 നമുക്ക് റിങ്കിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അലോവേറ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും ഒരു വളരെ വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാം. അപ്പോൾ അലോവേറ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഫേസ് പാക്കിൽ യൂസ് ചെയ്യാം. അലോവേറ വെറും ജെല്ലായിട്ടും യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ജെല്ലായിട്ട് തന്നെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് വൈകുന്നേരം യൂസ് ചെയ്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം ഒരു അരമണിക്കൂർ ഇത്രയും വേണ്ടുള്ളൂ. ജസ്റ്റ് വെള്ളത്തിൽ കഴുകിക്കളയാം. പിന്നെ അലോവേറയുടെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻസും അങ്ങനെയൊന്നും വരാതിരിക്കുവാൻ അലോവേറ ജെല്ല് ഇടയ്ക്കൊന്ന് പുരട്ടുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിൽ ബാരിയർ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ബാരിയർ ഉണ്ട്. എങ്കിൽ പോലും അലോവേറ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജൻറ്റ് ആയതുകൊണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതായതുകൊണ്ട് ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിന്നിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കുവാൻ അലോവേറ ജെല്ല് വളരെ നല്ലതാണ്. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയൊരു കാര്യം കൂടെ പറയാം. അലോവേറ ജനറലി റിങ്കിൾസ് കുറയ്ക്കും. അതുപോലെ തന്നെ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസ്ഡ് സപ്പിൾ ലുക്ക് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിങ്കിൾസ് അറൗണ്ട് ദ ഐസ് വരുന്നത് തടയാനും അതുപോലെ ഡാർക്ക് സർക്കിൾസ് വരുന്നത് തടയാനും ഒരുപാട് സഹായിക്കും. പെട്ടെന്ന് നിങ്ങൾക്കൊരു റിസൾട്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒരു 25% തീർച്ചയായിട്ടും ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നതാണ് അലോവേറ യൂസ് ചെയ്യുകയാണെങ്കിൽ, ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ. സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടെങ്കിൽ നാച്ചുറൽ അലോവേറ യൂസ് ചെയ്യേണ്ട, നമ്മൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള അലോവേറ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ അലോവേറ ഇൻറ്റേർണലി കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റേർണലി ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല അലോവേറ. ചിലർക്കത് ഡയറി എല്ലാം ഉണ്ടാവും. പക്ഷേ സ്കിന്നിന് വളരെ നല്ലൊരു ഫേസ് പാക്ക് ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജെല്ലാണ്. തീർച്ചയായിട്ടും അലോവേറ നിങ്ങളുടെ സ്കിൻ റുട്ടീനിൽ ഉൾപ്പെടുത്തി നോക്കുക. കീപ്പ് ഓൺ വാച്ചിങ് സയാംസർ വെൽനെസ്.